രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഉമാ തോമസ് MLAക്ക് അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. ആ ആക്രമണത്തിൽ മനം നൊന്ത് ഉമാ തോമസ് രാജിക്കൊരുങ്ങി എന്നുവരെ വാർത്തകൾ പ്രചരിക്കുന്നു. എന്താണ് ഇതിലെ സത്യാവസ്ഥ? എന്തായാലും കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കും യുവ നേതാക്കൾക്കും മനസ്സിലായി രാഹുൽ മാങ്കൂട്ടം ആരാണെന്നും അദ്ദേഹത്തിന് എത്രത്തോളം പവറുണ്ടെന്നും. അതിപ്പോൾ ജനങ്ങളും തിരിച്ചറിയുകയാണല്ലോ. മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ എല്ലാ നേതാക്കളും, മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും വനിതാ നേതാക്കളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന്. അതിനുശേഷം ഇന്നലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ നൽകിയിരുന്നു. ഇന്നിതാ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കും, ഉച്ചയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടം മാധ്യമ പ്രവർത്തകരെ കാണും, ആ കാണുന്നത് രാജ്യപ്രഖ്യാപനത്തിന് വേണ്ടിയായിരുന്നു എന്ന്. പിന്നീട് എല്ലാവർക്കും മനസ്സിലായി രാഹുൽ മാങ്കൂട്ടം ആരാണെന്ന്. അദ്ദേഹം വന്ന് ന്യായീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കാണണം. ഒരു വേട്ടക്കാരന്റെ ആത്മവിശ്വാസമാണ്. തൻ്റെ ഇരകൾ തനിക്ക് നേരെ രംഗത്ത് വരില്ല, തന്നെ ആരാണ് ചോദ്യം ചെയ്യാനുള്ളത്, ഏത് നേതാക്കളാണുള്ളത്, താനെന്ന ഒരു രാജാവ്, അടൂരിലെ രാജാവ് അങ്ങനെ എഴുന്നള്ളുകയാണ്. ആ രീതിയിൽ കേരളത്തിലെ പൊതുസമൂഹത്തെയും വനിതകളെയും അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഉമാ തോമസിന് എന്തായാലും ചിലപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കൂടുതൽ ധാരണ കാണില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഉമാ തോമസ് അതിവേഗം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരികയാണ്. പ്രധാനമായത് അവർ രംഗത്ത് വന്ന ഫേസ്ബുക്കിലൊരു പോസ്റ്റിലൂടെയാണ്. അതിൽ തന്നെ അവർ കൃത്യമായി പറയുകയാണ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാതിരുന്നു. പിന്നീട് നോക്കിയപ്പോൾ തുടർ പരാതികൾ വന്നപ്പോൾ ഇതിലെന്തോ സത്യമുണ്ട്, അങ്ങനെ തിരക്കിയപ്പോഴാണ് പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞതെന്ന് അവർ പറയുകയാണ്. അതിനെതിരെ വലിയ വിമർശനമാണ്. അപ്പോഴാണ് അവർ രാജി ആവശ്യപ്പെടുന്നത്. അങ്ങനെ രാജി ആവശ്യപ്പെട്ടപ്പോഴാണ് ഉമാ തോമസിനെതിരെ നിരന്തരം സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ ഈ കോൺഗ്രസുകാർ, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന പെണ്ണുപിടിയനെ പിന്തുണയ്ക്കുന്നവർ ആവശ്യപ്പെടുന്നത് എന്താണ്? അവർ പറയുകയാണ്, ഈ ഉമാ തോമസ് അന്ന് ഒരു അപകടം പറ്റിയില്ല, ആ അപകടത്തിൽ അന്ന് തീർന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലാതിരുന്നു. അതോടൊപ്പം തന്നെ ദേഹമനങ്ങാതെ MLA ആയതിന്റെ വീമ്പ് പറച്ചിലാണ് ഇത്. എന്ത് വീമ്പ് പറച്ചില്ല, ഇത് പറയുന്നവർക്കെല്ലാം ചിലപ്പോൾ ഉമാ തോമസിന്റെ ചരിത്രം അറിയില്ലാതിരിക്കും, അവരുടെ ഭർത്താവിനെ കുറിച്ച് അറിയില്ലായിരിക്കും. ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന സ്ത്രീ വിഷയത്തെ കുറിച്ചാണല്ലോ. രാഹുൽ എന്ന കോൺഗ്രസിലെ വേട്ടക്കാരനായ പെണ്ണുപിടിയനായ ഒരു നേതാവിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആ വിവാദം ചർച്ച ചെയ്യണം. എല്ലാവരും ഭയപ്പെട്ട് നിന്നപ്പോൾ, ആ ഇര ഉൾപ്പെടെ ഭയപ്പെട്ട് നിന്നപ്പോൾ അന്ന് ഒറ്റയ്ക്ക് പോരാടിയ ഒരു നേതാവായിരുന്നു ഇവരുടെ ഭർത്താവ്. അന്ന് കോൺഗ്രസ് പോലും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാനില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭർത്താവിന്റെ ഭാര്യയാണ് ഈ സ്ത്രീ. അതുകൊണ്ട് ഈ നേതാക്കളെല്ലാം ചരിത്രം പഠിച്ചിട്ട് അവരെ വിമർശിക്കാൻ തയ്യാറാകണമെന്നുണ്ട്. അവർ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാര്യ, അവർ അധ്യാപികയാണ്. അല്ല, അവരെല്ലാം പിൻവലിച്ച് ഓടുന്ന സാഹചര്യം. അവർ പോലും ഒരു പോസ്റ്റ് ഇട്ടു, പക്ഷെ പിന്നീട് ആ പോസ്റ്റ് പിൻവലിച്ച കാഴ്ചയും. അല്ല, അതാണ് ഈ വനിതാ നേതാക്കൾക്കും ഈ KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ മനസ്സിലായി കാണും രാഹുൽ മാങ്കൂട്ടം എന്ന വേട്ടക്കാരന്റെ പവർ. അദ്ദേഹത്തിനെതിരെ ഈ KC വേണുഗോപാൽ എവിടെ ഇരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടം എവിടെ ഇരിക്കുന്നു? അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വരെ ഈ പോസ്റ്റ് പിൻവലിച്ച് ഓടേണ്ടി വരികയാണ്. അതിനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായി. അവർ ഇറങ്ങി ഓടുകയാണ് പോസ്റ്റും പിൻവലിച്ച്. ആ രീതിയിൽ എന്തായാലും ഈ യൂത്ത് കോൺഗ്രസിന് വേണ്ട, അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വേണ്ട, അവർ സസ്പെൻഡ് ചെയ്തു. പക്ഷെ MLA സ്ഥാനം രാജിവെക്കില്ല, ഞങ്ങളോടൊപ്പം നിയമസഭയിൽ ഒരുമിച്ചിരിക്കണ്ട. അപ്പോൾ ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നാണോ? പാലക്കാട്ടെ ജനങ്ങൾ ഈ പീഡന വീരനെ തങ്ങളുടെ MLA ആയി വച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നടക്കണം. ഇനി അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകളല്ലേ അദ്ദേഹത്തിന് സമീപം എങ്ങനെ പോകും? അവിടുത്തെ സാധാരണക്കാരെ എങ്ങനെ ഇദ്ദേഹത്തെ സമീപിക്കും? പാർട്ടിക്ക് വേണ്ട, യൂത്ത് കോൺഗ്രസിന് വേണ്ട, നേതാക്കൾക്ക് വേണ്ട, വനിതാ നേതാക്കൾക്ക് വേണ്ട, സ്വന്തം പാർട്ടിക്ക് പൂർണ്ണമായി വേണ്ട. ഈ മാൻഡ്രിക്കിനെ നിങ്ങൾ എടുത്തോളൂ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരം ഉണ്ടാകും. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ജനങ്ങൾ കോൺഗ്രസിന് നൽകും. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും അത് കോൺഗ്രസിന് ലഭിക്കും. ആ തിരിച്ചടി എന്തായാലും കോൺഗ്രസ് വാങ്ങിയാലേ അത് ഇനി ഏൽക്കുകയുള്ളൂ. അല്ലാതെ ഈ നേതാക്കളെല്ലാം പലതവണയായി തുറന്നു പറയുന്നല്ലോ. ഇതിനു മുൻപ് നമുക്കറിയാമല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായെല്ലാം ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോൾ VD സതീശനെല്ലാം അങ്ങ് രംഗത്തിറങ്ങുകയാണ്.
ഇവിടെ കേരളത്തിലെ സ്ത്രീകൾക്കും നടിമാർക്കും എല്ലാം ഞാൻ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കും, അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ എവിടെയാണ്? അദ്ദേഹം പലതവണ ആവർത്തിക്കണം കൃത്യമായ നടപടി എടുക്കുമെന്ന്. ഇത് എന്നാണ് നടപടി വരാൻ? അല്ലെ, ജനങ്ങളുടെ നടപടി എന്തായാലും സ്വാഭാവികമായി ഉണ്ടാകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണാം. ഇപ്പോൾ പറയുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകില്ലെന്നാണ്. അത് ജനങ്ങൾ മറക്കുമെന്നൊരു ധാരണയുണ്ട്. അതിനുശേഷം അവർ സീറ്റ് നൽകുകയും ചെയ്യും. പക്ഷെ മുൻകാലങ്ങളെ പോലെയല്ല, കൃത്യമായി തന്നെ ജനങ്ങൾ തിരിച്ചടി നൽകും. അവിടെ കൃത്യമായി തന്നെ ബി ജെ പി വിജയിച്ച് കയറും. അതിനുശേഷം ഈ പാലക്കാട് കുറയ്ക്കുന്ന പ്രതാപനെ പോലുള്ളവർ കുറച്ചിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം പറയുകയാണ് പിന്നീട് വോട്ടർ പട്ടികയിൽ ക്രമക്കേടാണ്, അവിടെ വർഗീയത പറഞ്ഞു, മറ്റത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ കൃത്യമായി തന്നെ പാലക്കാട്ടെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ ഒരു തെറ്റ് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞാൽ ഈ പ്രതിസന്ധി ഒഴിവായി പോകും. പക്ഷെ അതിനിപ്പോൾ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. നോക്കൂ, ഈ MLA വെച്ച് ഇവർ ഈ ജനങ്ങൾക്ക് മുന്നിൽ ഇറങ്ങിയാൽ അവിടെ BJP വലിയ പ്രചരണം നടത്തും. അതിനെതിരെ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ അവിടെ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പിന്നീട് ഈ CPM-കാർ പറയും പോലെ ഞങ്ങളല്ല തോറ്റത്, ജനങ്ങളാണ് തോറ്റതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അങ്ങനെ ഒരു CPM-ന്റെ നിലപാടുണ്ട്. പിന്നീട് ഇവർ ചൂണ്ടിക്കാട്ടുന്നതാണ് ഈ നിലപാടുള്ള പാർട്ടിയാണ് ഞങ്ങൾ, രാഹുലിന്റെ പോരാളികളാണ്, BJP വർഗീയ പാർട്ടിയാണെന്നല്ല പറയുന്ന പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ ചവറ്റുകുട്ടയിൽ കിടക്കുകയാണ്. ആ രീതിയിലേക്ക് താന്നിട്ടുണ്ട്. നിലപാട് മാത്രമല്ല, പാർട്ടി തന്നെ കേരളത്തിലെ ജനങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുക. ഇപ്പോൾ പറയുന്നത് CPM-ലെ മുകേഷ് രാജിവെച്ചോ, അതോടൊപ്പം തന്നെ CPM പാർട്ടി മുഴുവൻ ഇത്തരം കോഴി ഫാമായി മാറിയിരിക്കുകയാണ്. അത് അവർ കുറ്റം ചെയ്യുന്നത് കൊണ്ടല്ലേ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിങ്ങൾ അവകാശപ്പെടുന്നത്. 10 വർഷം 2016 മുതൽ 26 വരെ ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ഇവർ ഈ വനിതകൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെ അഴിമതി നടത്തുന്ന പാർട്ടിയാണ്, ഇവരെ കൊണ്ട് വികസനം കൊണ്ടുവരാൻ കഴിയില്ല, അങ്ങനെ മുഴുവനും പരാതികൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന്. ഇനി എങ്ങനെ ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയും? അല്ലെ, ആ രീതിയിലാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന എതിരാളികളുടെ തെറ്റുകുറ്റങ്ങളെക്കാൾ ഭീകരമായത് ഇവരുടെ പക്കൽ തന്നെ ഉള്ള ആൾക്കാർ, ഇവരുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരിൽ ആരോപിക്കപ്പെടുമ്പോൾ ജനം എങ്ങനെ ഇവരെ സ്വീകരിക്കും എന്നുള്ളതാണ് അവിടെ വരുന്ന ചോദ്യം. ഇത് കൃത്യമായ നിലപാടെടുത്ത മുകേഷിനെതിരെ പരാതി ഉണ്ടായി, CPM രാജിവെപ്പിച്ചില്ല, വീണ്ടും അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു നേതാവിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി, ഞങ്ങൾ ഉടൻ തന്നെ രാജി എഴുതി വാങ്ങി. അങ്ങനെ പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ VD സതീശനും സംഘത്തിനും കിട്ടുന്ന സ്വീകാര്യതയാണോ ഇങ്ങനൊരു പീഡന വീരതനെ വെച്ചുകൊണ്ട് നിയമസഭയ്ക്കുള്ളിലും അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിലും ഇറങ്ങി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ വോട്ട് ചോദിച്ചാൽ ജനങ്ങൾ കരുതും അതിനേക്കാൾ നമ്മുടെ പിണറായി സർക്കാർ കിറ്റെങ്കിലും തരുന്നുണ്ടല്ലോ, ഇവർ കിറ്റുമില്ല. ഇവർ കിറ്റ് ഈ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ കയറുകയാണെങ്കിൽ വലിയ രീതിയിൽ അഴിമതി ഉണ്ടാകുമെന്ന് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് ധാരണയുണ്ട്. പിന്നീട് കേരളത്തിലെ എല്ലാ കാലത്തും പരിശോധിച്ചാൽ അറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കേഡർ പാർട്ടിയാണ്. അവർക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട്. പക്ഷേ ഈ വോട്ട് ബാങ്ക് ഉണ്ടായിട്ട് ഇവർക്ക് തുടർച്ചയായി അധികാരത്തിൽ വരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റുകൾ ചെയ്യുമ്പോൾ അത് പരിഹരിക്കാനായി കോൺഗ്രസിനെ വിളിക്കുന്നതാണ്. അല്ലാതെ കോൺഗ്രസിന് കൃത്യമായ അടിത്തറയോ ബൂത്ത് കമ്മിറ്റിയോ വാർഡ് കമ്മിറ്റിയോ അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലം കമ്മിറ്റിയോ ഉണ്ടോ? പിന്നെ എന്തുകൊണ്ട് വിജയിക്കുന്നു? അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന തെറ്റുകൾ അവർ പരിഹരിക്കാനായാണ് കോൺഗ്രസിനെ അവർ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. വിടുതൽ ആഗ്രഹിച്ചാണ് ജനം കോൺഗ്രസിനെ സ്വീകരിക്കുന്നത്. അല്ലാതെ സംഘടനാപരമായി പന്തളത്ത് നിന്നപ്പോ പന്തം കൊടുത്ത് ഇപ്പട പന്തളത്തോട്ടെന്ന് പറയണ പോലെ അല്ലാതെ ഒരു കാലത്തും കോൺഗ്രസിന് സംഘടനാപരമായി കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഒരിക്കലും കഴിയില്ല, മുൻപും കഴിഞ്ഞിട്ടില്ല, ഇനിയും കഴിയുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന തെറ്റുകൾ പരിഹരിക്കാനാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ അതിനേക്കാൾ വലിയ തെറ്റുകൾ കോൺഗ്രസ് ചെയ്യുകയാണ്. അതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസിന് ഉണ്ടാകുക.